Ennemcien. നമ്മൾ ഒപ്റ്റിക്സ് കുറച്ച് കണ്ടു. അവിടെ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് ലൈറ്റ് പ്രവേശിക്കുമ്പോൾ ഫ്രീക്വൻസി മാറില്ല എന്ന് കണ്ടു. അത് ക്യൂ മാസ്റ്ററിൽ ഉൾപ്പെടുത്താമെന്ന് വെച്ചു. പക്ഷെ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഒന്ന് പറയുന്നു. ഇപ്പോൾ അത് എക്സാമിനേഷനൊക്കെ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള എക്സാമിനൊക്കെ ചോദിക്കാം. അപ്പോൾ വൈ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ ചോദിച്ചാൽ, ഇപ്പോൾ ഇത് ദിസ് ഇസ് മീഡിയം 1 ആൻഡ് ദിസ് ഇസ് മീഡിയം 2. ഇപ്പോൾ എയറും ഗ്ലാസ്സും ആണെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് ലൈറ്റ് വേവ് ആണെന്നുള്ള അസംഷനിലാണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ ലൈറ്റ് വേവ്സ് ഇങ്ങോട്ട് വന്ന് ഈ ബൗണ്ടറി വന്ന് വീഴുന്നു, ഗ്ലാസിൻ്റെ ടോപ്പ് സർഫസിൽ വന്ന് വീഴുന്നു. ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ന്യൂ. That means new waves, new number of waves strike the surface per second. ഓരോ സെക്കൻഡിലും ന്യൂ വേവ്സ്, ന്യൂ എണ്ണം വേവ്സ് ആ ഗ്ലാസിൻ്റെ സർഫസിൽ വന്ന് വീണുകൊണ്ടിരിക്കുക. അത് മീഡിയത്തിലേക്ക് അത്രയും വേവ്സ് തന്നെ പ്രവേശിക്കണം. കാരണം വേവിന് നിൽക്കാൻ പറ്റില്ലല്ലോ. പുതിയ വേവ് ജനറേറ്റ് ചെയ്യാനും പറ്റില്ല സർഫസിൽ വെച്ച്. വേവ് നഷ്ടപ്പെടാനും പറ്റില്ല. അപ്പോൾ ആ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ്, അത്രയും വേവ്സ് തന്നെ സെക്കൻഡ് മീഡിയത്തിലോട്ട് പാസ് ചെയ്തേ പറ്റൂ. ദാറ്റ് ഇസ് ദ റീസൺ വൈ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ വേവ് ലെങ്ത് മാറും. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വെലോസിറ്റി ഇൻ ദി സെക്കൻഡ് മീഡിയം. ദിസ് ഇസ് റീസൺ വൈ frequency remains constant. Number of waves from the first medium hitting the surface of separation must not change, and the same number of waves per unit time must pass to the second medium without any change, because waves can neither be created nor be destroyed at the boundary. That is the reason why frequency remains constant. ഇനി നമുക്ക് ഈ ഭാഗം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് അസോസിയേറ്റഡ് ലോ, സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. ഒരു മീഡിയം, ഇത് മറ്റൊരു മീഡിയം. ഇവിടെ നിന്ന് ലൈറ്റ് വന്ന് ഇങ്ങനെ ഒബ്ലീക്കായിട്ട് ചരിഞ്ഞു വന്ന് വീഴുന്നു. ഇത് ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ്റെ പെർപെൻഡിക്കുലറാണ്. വി കോൾ ഇറ്റ് നോർമൽ ടു ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി ടു മീഡിയ. ഇതിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ1, ഇതിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2. ഈ വരുന്ന ലൈറ്റ് ഇത് ഒബ്ലീക്ക് ഇൻസിഡൻസ് എന്ന് പറയും, ചരിഞ്ഞു വന്ന് വീഴുക. ദിസ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ലൈറ്റ് അതിൻ്റെ ഒറിജിനൽ ഡയറക്ഷനിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ ABD ഈ പാത്തിൽ കൂടെ പോകണം. പക്ഷേ അതിന് പകരം സർഫസിൽ വെച്ച് ഇതൊന്ന് ബെൻഡ് ചെയ്തിട്ട് മറ്റൊരു ഡയറക്ഷനിൽ കൂടാണ് ഇത് പോവുക. ഇങ്ങനെ സർഫസിൽ വെച്ച് when light passes from one medium to another, it changes its direction of propagation at the surface of separation. This phenomenon is referred to as refraction of light. അപ്പോൾ അതിനൊരു ലോ, എക്സ്പെരിമെൻ്റൽ ലോ ഉണ്ട്. ദറ്റ് ഈസ് കോൾഡ് സ്നെൽസ് ലോ. ദറ്റ് ഈസ് സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. Sin I by sin R is a constant, and that constant is μ2 by μ1. Refractive index of the second medium relative to the first. ഇവിടെ മീഡിയം തരംതിരിക്കുമ്പോൾ
ഏതു മീഡിയത്തിലാണോ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു എന്നുള്ള അസംഷൻ ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ നമ്മൾ ഫിഗർ വരയ്ക്കുന്നത്. അതുകൊണ്ട് അതിനെ റേ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നു. അല്ല, ലൈറ്റ് ഇങ്ങനെ നൂല് പോലെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഇങ്ങനെ നൂലായിട്ട് പോകുന്നു എന്നുള്ള സെൻസിലല്ല. റെക്റ്റിലീനിയർ പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹിൻഡേർഡ് ബൈ an obstacle or something like that. അപ്പോൾ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേ ഓഫ് ലൈറ്റ് എന്നുള്ള വേർഡ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് മീഡിയത്തിലാണോ ഇൻസിഡൻറ്റ് ലൈറ്റ് അല്ലെ ഇൻസിഡൻറ്റ് റേ വരയ്ക്കുന്നത് അതാണ് ഫസ്റ്റ് മീഡിയം. ഏത് മീഡിയത്തിലാണോ റിഫ്രാക്റ്റഡ് റേ വരുന്നത് ദറ്റ് ഈസ് സെക്കൻഡ് മീഡിയം. ഇങ്ങനെയാണ് മീഡിയത്തിൻ്റെ നമ്പറിങ് നമ്മൾ കൊടുക്കുക. അപ്പോൾ എപ്പോഴും സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 ബൈ μ1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. μ1 സൈൻ ഐ ഈക്വൽസ് μ2 സൈൻ ആർ. ഫസ്റ്റ് മീഡിയത്തിൻ്റെ ടേം ഈക്വൽസ് സെക്കൻഡ് മീഡിയത്തിൻ്റെ ടേം. ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വളരെ കുറവാണ്. അതായത് ഈ റേ ഏതാണ്ട് നോർമലിനോട് ചേർന്ന് വരുന്നു. ഇൻസിഡൻറ്റ് ലൈറ്റ് ഐ കുറഞ്ഞ് വരിക എന്ന് പറയുമ്പോൾ ഏതാണ്ട് നോർമലിനോട് അടുത്ത് വരിക. അപ്പോൾ ഐ വളരെ ചെറുതാണ്. ഐ ചെറുതാണെങ്കിൽ ആറും ചെറുതായേ പറ്റൂ. കാരണം സൈൻ ഐ ബൈ സൈൻ ആർ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ ഐ തീരെ ചെറുതാണെങ്കിൽ സൈൻ ഐ എന്നുള്ളത് ഐ എന്നെഴുതാം. ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ സൈൻ തീറ്റ ടെൻസ് ടു തീറ്റ. സൈൻ 0 അപ്പോൾ സൈൻ 001 സൈൻ 0.001 എന്നൊക്കെ പറയുമ്പോൾ അത് 0.001 അടുത്ത് വരും എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഈക്വൽസ് തീറ്റ. അപ്പോൾ സൈൻ ഐ ചെറുതാണ്. സൈൻ ഐക്ക് പകരം നമുക്ക് ഐ എന്നെഴുതാം. സൈൻ ആറിന് പകരം ആറെന്ന് എഴുതാം. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ള ഐ ബൈ ആർ ഈക്വൽസ് μ2 ബൈ μ1 ഓർ μ1 ഐ ഈക്വൽസ് μ2 ആർ. ഇതാണ് നിയർലി നോർമൽ ഇൻസിഡൻസിനുള്ള സ്നെൽസ് ലോ. ഇതെല്ലാം ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ്. ഇനി നമുക്ക് രണ്ട് തരം ഇൻസിഡൻസ് വേറെ. ഈ പറഞ്ഞല്ലോ ഒബ്ലീക്ക് ഇൻസിഡൻസാണ്, ചരിഞ്ഞു വീഴുന്ന കാര്യം. അടുത്തത് നോർമൽ ഇൻസിഡൻസാണ്. ലൈറ്റ് നേരെ നോർമലി കൂടെ തന്നെ വരുന്നു. അപ്പോൾ അവിടെ ഐ 0. നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ നോർമലി കൂടെ തന്നെ ലൈറ്റ് വരുമ്പോൾ ഐ ഈക്വൽ 0. എങ്കിൽ ലൈറ്റ് ബെൻഡ് ചെയ്യാതെ റിഫ്രാക്റ്റ് ചെയ്യാതെ നേരെ സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ തന്നെ സെക്കൻഡ് മീഡിയത്തിലോട്ട് പാസ് ചെയ്യും. ദാറ്റ് മീൻസ് ആർ ഈസ് ഓൾസോ 0. അപ്പോൾ നോർമൽ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നില്ല. ഐയും 0 ഐ 0 എന്ന് എടുക്കണം. അപ്പോൾ ആറും 0. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്നെൽസ് ലോ എങ്ങനെ ശരിയാവും? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽസ് μ2 ബൈ μ1. ഇവിടെ സൈൻ 0 ബൈ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ബൈ 0 ഈക്വൽസ് μ2 ബൈ μ1. അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. ഒരു പൊരുത്തക്കേടും ഇല്ല. കാരണം സ്നെൽസ് ലോ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? റിഫ്രാക്ഷൻ നടക്കുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ലോയാണ് സ്നെൽസ് ലോ. റിഫ്രാക്ഷൻ നടക്കാത്തപ്പോൾ എങ്ങനെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും? പറ്റില്ല. അപ്പോൾ നോർമൽ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ സ്നെൽസ് ലോ ബാധകമല്ല. ബിക്കോസ് ദർ ഈസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. പിന്നെ വരുന്നത് അപ്പോൾ സ്നെൽസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദിസ് കേസ്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളാണ്. അടുത്ത ഗ്രേസിങ് ഇൻസിഡൻസ് എന്ന് പറയും. സർഫസിൽ കൂടി ഇങ്ങനെ നക്കി വരിക, തണ്ടിതുപോലെ. ഈ സർഫസിൽ കൂടി ഇങ്ങനെ ലൈറ്റ് ഇൻസിഡൻറ്റ് ലൈറ്റ് വന്ന് വീഴുക. മേജർ പാർട്ടും നേരെ ആ സർഫസിൽ കൂടെ നക്കി അങ്ങ് പോകും. പക്ഷേ കുറച്ച് എനർജി ഇതിനകത്തേക്ക് റിഫ്രാക്റ്റ് ചെയ്ത് കയറും. ഇവിടെ ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒരു പ്രത്യേക വാല്യൂവാണ്. ആ വാല്യൂവിനെ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദിസ് മീഡിയം വിത്ത് റെഫറൻസ് ടു ദിസ് മീഡിയം എന്ന് പറയുക. ഇത് വളരെ എനർജി കുറവായിരിക്കും. ഇതിന് വളരെ ഫീബിളായിട്ട് ആ
റിഫ്രാക്റ്റഡ് റേ വളരെ വീക്കായിരിക്കും. മേജർ പാർട്ട് ഓഫ് ദി എനർജി നേരെ സർഫസിൽ കൂടെ തന്നെ അങ്ങ് പോകും. അപ്പോൾ ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുമ്പോൾ സൈൻ 90 ബൈ സൈൻ സി ഈക്വൽസ് μ2/μ1. സൈൻ 90 ഈസ് 1 ബൈ സൈൻ സി ഈക്വൽസ് μ2/μ1 ഓർ സൈൻ സി ഈക്വൽസ് μ1/μ2. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിനെ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിനെ ഒപ്റ്റിക്കലി റെയറർ മീഡിയം എന്നും പറയും. ഒരു മീഡിയം ഒറ്റയ്ക്ക് നമ്മൾ പറയുമ്പോൾ അത് ഡെൻസർ ആണോ റെയർ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗ്ലാസും വാട്ടറും കൂടെ എടുത്താൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, വാട്ടറിൻ്റെ 1.33. അപ്പോൾ ഗ്ലാസിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. അപ്പോൾ ഗ്ലാസ് ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ ദാൻ വാട്ടർ, ഓർ വാട്ടർ ഈസ് റെയറർ ദാൻ ഗ്ലാസ്. പക്ഷേ ഗ്ലാസും ഡയമണ്ടും കൂടെ എടുത്താൽ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42 ആണ്, ഗ്ലാസിൻ്റെ 1.5 ആണ്. അപ്പോൾ ഗ്ലാസും ഡയമണ്ടും കൂടെ എടുക്കുമ്പോൾ ഗ്ലാസ് ഈസ് എ റെയറർ മീഡിയം, വെറാസ് ഡയമണ്ട് ഈസ് ഒപ്റ്റിക്കലി ഡെൻസർ. അപ്പോൾ ഒരു മീഡിയം ഒറ്റയ്ക്ക് പറയുമ്പോൾ ഡെൻസർ എന്നോ റെയർ എന്നോ പറഞ്ഞിട്ട് അതിന് അർത്ഥമില്ല. രണ്ട് മീഡിയങ്ങൾ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് ഡെൻസർ എന്ന് റെയർ എന്നുള്ള തരംതിരിവ് പറയുന്നത്. ഇപ്പോൾ സോക്രട്ടീസ് ഒരു സദ്യക്ക് പങ്കെടുക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം ചോദിച്ചു, ഞാൻ തടിയനാണോ എലുമ്പനാണോ? എന്താ ഉത്തരം പറയുക? എന്നിട്ട് പറഞ്ഞു തടിയൻ, വലിയ തടിയൻ. അദ്ദേഹത്തിന് പൊതുവെ വണ്ണമുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ വണ്ണം കുറഞ്ഞ ഒരാളുടെ കൂടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ഞാൻ തടിയനാണ്. അപ്പോൾ തടിയൻ. പുള്ളി അദ്ദേഹത്തെക്കാൾ വണ്ണം കൂടിയ ഒരാളുടെ അടുത്ത് നിന്ന് മുട്ടുമ്പ് മനുഷ്യൻ്റെ അടുത്ത് നിന്നിപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു, അങ്ങനെയുണ്ടോ എലുമ്പന. അപ്പോൾ ഈ കമ്പാരിസൺ അത് ലോജിക്കാണ്. സോക്രട്ടീസിൽ നിന്ന് ലോജിക്ക് ഇങ്ങോട്ടുണ്ടായത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ വെച്ചല്ല ഇനി പറയുന്നത്, വെസ്റ്റേൺ സയൻസിൻ്റെ കാര്യമായി പറഞ്ഞു. ഇന്ത്യൻ കൾച്ചറിൽ ഇതൊക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ ഇതാണ് അപ്പോൾ ഇവിടുത്തെ പറഞ്ഞു വന്നത്. അപ്പോൾ ഗ്രേസിങ് ഇൻസിഡൻസിൽ അപ്പോൾ ഇതിൽ ഡെൻസർ ചെയ്യുന്ന ഇതിപ്പോൾ റെയററും ഇത് ഡെൻസറും ആണെങ്കിൽ ഈ ലൈറ്റ് 6 കുറവായിരിക്കും അയ്യേക്കാൾ എന്ന് പറഞ്ഞാൽ നോർമലിനടുത്തേക്ക് റിഫ്രാക്റ്റർ ഇങ്ങോട്ട് ഈ ബെൻഡ് ചെയ്യാതെ പോയാൽ ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ലൈറ്റിന് ഒന്നുകിൽ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യാം. ഇത് ഡെൻസർ ആണെങ്കിൽ നോർമലിനടുത്തേക്ക് ബെൻഡ് ചെയ്യും. ഇതിനേക്കാൾ ഇത് റെയറാണെങ്കിൽ ഇത് ഈ നോർമലിൽ നിന്ന് അങ്ങോട്ട് ബെൻഡ് ചെയ്യും, എവേ ഫ്രം ദി നോർമൽ ബെൻഡ് ചെയ്യും. അപ്പോൾ തിരിച്ചറിയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയത് ഡെൻസർ മീഡിയവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞത് റെയറർ മീഡിയവും. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ പറയുമ്പോൾ ഇത് റെയറർ ഇത് ഡെൻസർ വേണ്ട ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ റെയറർ മ്യൂ ആർ, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഡെൻസർ. അങ്ങനെയെങ്കിൽ സൈൻ സി ഈക്വൽസ് മ്യൂ റെയറർ ബൈ മ്യൂ ഡെൻസർ എന്നങ്ങ് ഓർത്താൽ ഇതോർത്തിരിക്കുക ഏറ്റവും ബുദ്ധി. ക്രിട്ടിക്കൽ ആംഗിൾ കാണാനുള്ള ഫോർമുല സൈൻ സി ഈക്വൽസ് മ്യൂ ഓഫ് ദി റെയറർ മീഡിയം ഡിവൈഡഡ് ബൈ മ്യൂ ഓഫ് ദി ഡെൻസർ മീഡിയം. റെയറർ മീഡിയം എയറോ ഫ്രീ സ്പേസ് ഒക്കെ ആണെങ്കിൽ 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ 1/μ എന്നെടുക്കാം. സൈൻ സി ഈക്വൽസ് 1/μ. ഗ്ലാസും വാട്ടറും കൊടുക്കുമ്പോൾ മ്യൂ വാട്ടർ ബൈ മ്യൂ ഗ്ലാസ് എന്ന് വേണം ക്രിട്ടിക്കൽ ആംഗിൾ. കാരണം വാട്ടർ അവിടുത്തെ ഡെൻസർ മീഡിയം. ഇനിയും ക്രിട്ടിക്കൽ ആംഗിളിനെ 90 ഗ്രേസിങ് ഇൻസിഡൻസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 ആയിരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90യേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഇൻസിഡൻറ്റ് റേ ഇപ്പോൾ ഈ സെക്കൻഡ് മീഡിയത്തിൽ തന്നെയാണ്. ഇത് 90, അപ്പോൾ 90 കൂടുതലായി എങ്കിൽ ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈ സെക്കൻഡ് മീഡിയത്തിൽ കൂടെ തന്നെയാണ് ചെന്ന് വീഴുന്നത് എങ്കിൽ, അപ്പോൾ ഈ ആംഗിള് ഈ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിനൊക്കെ കൂടുതലായിട്ട് വരും. അങ്ങനെയെങ്കിൽ ഇത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് സെയിം മീഡിയത്തിലോട്ട് പോകും. ഇതിനെ ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ 2 കണ്ടീഷൻസ് ഇതിപ്പോൾ ഒരു മിറർ പോലെ ആക്ട് ചെയ്യും ഈ സർഫസ്.
ചെന്ന് വീഴുന്ന ലൈറ്റ് അതേ ആംഗിളിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. 1. ഇൻസിഡൻറ്റ് ലൈറ്റ് മസ്റ്റ് fall at the surface of separation from the denser medium. Second condition, angle of incidence must be within the denser medium must be ഇപ്പോൾ angle of incidence ഇതാ ഈ മീഡിയത്തിൽ angle of incidence must be greater than critical angle of the denser medium with respect to the rarer medium. These 2 conditions must be satisfied for total internal reflection. Thank you.